ഇന്ന് നോമ്പ് 23. ഞാൻ ഇന്നും റെഡിയാക്കണ ചപ്പാത്തിൻ്റെ ഇതെടുത്തിട്ട് പൂരിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ ഇപ്പോൾ പൂരി ഞാൻ ഇപ്പം റെഡിയാക്കണില്ല, നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് പൂരി പൊരിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ദിവസം കുറച്ച് മുമ്പ് ഞാൻ ഇട്ടിരുന്നു ഇതുപോലെ ഇങ്ങനെ 4 ആക്കും ചപ്പാത്തി. ഈ ചപ്പാത്തിന് ഹാഫ് കുക്കഡ് ചപ്പാത്തിയാണ്. എന്നിട്ട് അതിനെയാണ് ഞാൻ പൂരിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഈ പൂരിക്ക് വേണ്ടി ഞാൻ മുട്ട ഉടച്ച് വെച്ച കറിയാണ് റെഡിയാക്കണത്. സ്നാക്സിനായിട്ട് ഞാൻ ഈ കട്ട്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ജീരകക്കഞ്ഞിയാണ് കേട്ടോ റെഡിയാക്കണം. അതിൻ്റെ 1 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ആശാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ അരിപ്പേരിട്ടാണ് കേട്ടോ കഴുകണത്. നമുക്ക് ഈ അരിയും ഉലുവയും കൂടി കഴുകിയെടുത്തിട്ട് വരാം. എല്ലാം കൂടി കഴുകിയിട്ട് ഒന്നിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് കത്തിച്ചത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും ഉള്ളിയും കൂടി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജീരകക്കഞ്ഞിയൊക്കെ വെന്ത് വരണുണ്ട് കേട്ടോ. അതിലുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. കഞ്ഞിക്കുള്ള പയറ് തളിച്ച് കൊടുക്കാം. കഞ്ഞിക്കുള്ള പയറ് തോരൻ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി വെക്കാനുള്ള അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു ചെറുത് പുഴുങ്ങിയത്, അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഈ മുട്ടക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പച്ചമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പച്ചമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് മേളിലില്ലേ കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോക്കറ്റ് ഷവർമ റെഡിയാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാറായപ്പോഴത്തേനും മേശപ്പുറത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. നമുക്കിനി പൂരി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.